ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇതിപ്പോൾ നാൾക്കുനാൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാർത്ത കേട്ടാൽ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചു പോകും. ആരാണ് ഉപ്പ് തിന്നത്? BJPയോ അതോ ശ്രീലേഖയോ? മേയറാക്കാമെന്ന് മോഹിപ്പിച്ച് അവസാനം തഴഞ്ഞപ്പോൾ തന്റെ സങ്കടം ഒരു കൊച്ചുകുട്ടിയെ പോലെ അറിയിച്ച അവർ പിന്നീട് MLA VK പ്രശാന്തിനെ പൂട്ടിക്കെട്ടിയപ്പോൾ ഒരു സ്റ്റാർ പരിവേഷമൊക്കെ കിട്ടിയതാണ്. പിന്നീട് മോദി വന്ന വേദിയിൽ വെറും കാഴ്ചക്കാരിയായി നിർത്തിയപ്പോഴും വാർത്തകളിൽ ശ്രീലേഖ ഇടം പിടിച്ചു. പക്ഷെ ഇത്തവണത്തെ ഇത്തിരി കടന്നുപോയി. സംഭവം പോക്സോ കേസാണ്. DGPയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ R ശ്രീലേഖയ്ക്കെതിരെ പോക്സോ കേസ് എടുക്കാനുള്ള കാരണം അവരിപ്പോൾ കൗൺസിൽ ആണെന്നത് അവിടെ ഇരിക്കട്ടെ, ഒന്നില്ലെങ്കിലും നിയമം പാലിച്ചിരുന്ന ഒരു മുൻ DGP അല്ലേ. അവർക്കറിയില്ല ഇവരുടെ പേരും വിവരവും വെളിപ്പെടുത്തുന്നത് തെറ്റാണെന്നും അത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും. മുൻപ് ആരോ എവിടെയോ ചോദിച്ചതുപോലെ ഇവർക്ക് DGP പട്ടം എവിടെ നിന്നെങ്കിലും കളഞ്ഞു കിട്ടിയതാണോ? തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ദില്ലി നിർഭയ കേസ്, കിളിരൂർ കവിയൂർ കേസ്, ഗോവിന്ദചാമി പ്രതിയായ ട്രെയിനിൽ വെച്ച് കൊല്ലപ്പെട്ട പെൺകുട്ടി, പെരുമ്പാവൂർ പീഡന കേസ് തുടങ്ങിയ കേസുകളിലെ അടക്കം വിവരങ്ങൾ പുറത്തുവിട്ടെന്നാണ് പരാതി. സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി നൽകിയ പരാതിയിലാണ് കേസ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. അതിജീവിതയുടെ പേരുവിവരം പരസ്യപ്പെടുത്തരുതെന്ന ക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന പ്രതി അതിന് വിപരീതമായി തന്റെ ബ്ലോഗിലൂടെയും യൂട്യൂബ് ചാനലുകളുടെയും ഇരകളുടെ പേരുവിവരം പരസ്യപ്പെടുത്തിയെന്ന് FIR-ൽ പറയുന്നുണ്ട്. ഇരകളുടെ പേരുവിവരങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റു വിവരങ്ങളും വെളിപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായ സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി സെക്രട്ടറി R ജയചന്ദ്രൻ പോലീസിനെ സമീപിച്ചത്. ആദ്യം മ്യൂസിയം പോലീസിൽ പരാതി നൽകിയെങ്കിലും മുൻ DGP എന്ന നിലയിലുള്ള സ്വാധീനം കാരണം കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. തുടർന്ന് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. പരാതിയും പ്രാഥമിക തെളിവുകളും പരിശോധിച്ച കോടതി ശ്രീലേഖയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകി. പരാതിക്കാരന് വേണ്ടി അഭിഭാഷകനായ അഡ്വക്കേറ്റ് M അനിൽകുമാർ കോടതിയിൽ ഹാജരാവുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്ത് നിന്ന് BJP കൗൺസിലറായ ശ്രീലേഖ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതിയുക്തമായ അന്വേഷണം നടക്കുമെന്ന വിശ്വാസം തനിക്കില്ലെന്ന് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി സെക്രട്ടറി R ജയചന്ദ്രൻ പറയുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ 5-നാണ് പോലീസിനെ സമീപിച്ചത്. കൂടുതൽ തെളിവുകളുമായി ഒക്ടോബർ 7-ന് സ്റ്റേഷനിലെത്തി വീണ്ടും പരാതി നൽകി. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് കണ്ടതോടെ സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ പോലീസ് ഇത് തേച്ചുമാച്ചു കളയാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും മനസ്സിലായ ശേഷം ഒക്ടോബർ 24-ന് കോടതിയെ സമീപിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സത്യത്തിൽ ശ്രീലേഖയെ ഒന്ന് ഒതുക്കണമെന്ന് BJP പോലും വിചാരിച്ചിരിക്കുമ്പോഴാണ് നനച്ചിരിക്കാത്ത നേരത്ത് പോക്സോ കേസ് വന്നിരിക്കുന്നത്. നേരിട്ട് അവരെ തള്ളിയില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തുമെന്നുറപ്പാണ്. അതിജീവിതയുടെ പേരും വിവരവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസിൽ രാഹുൽ ഈശ്വർ ജയിലിൽ കിടത്തിയത്. അതേ നടപടി ശ്രീലേഖയ്ക്കെതിരെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.